അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 243, 244, 245 എന്നിങ്ങനെ 3 ആയത്തുകളാണ്. 242 ആയത്തുകൾ വരെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതാർക്കെങ്കിലും കേൾക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ തിബ്ബിൽ ഖുലൂബ് നിലമേൽ എന്ന് അടിച്ചു നോക്കിയാൽ, യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാവുന്നതാണ്, പഠിക്കാവുന്നതാണ്, ഖുർആനെ മനസ്സിലാക്കാവുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹുവേ. ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ പുറത്ത് തരണേ അല്ലാഹുവേ. ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ റഹ്മാനേ. എല്ലാ ബലാലുകളും മുസീബത്തുകളും സർവമാന ഷർറുകളും മാറ്റിത്തരണേ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു തരണേ സ്വർഗം നീ ഞങ്ങൾക്കെല്ലാവർക്കും നിർബന്ധമാക്കി തരണേ നരകം നീ ഞങ്ങൾക്കെല്ലാവർക്കും ഹറാമാക്കി തരണേ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഹുൻ ഹദറൽ മൗത്ത്. അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഹുൻ ഹദറൽ മൗത്ത്. ആയിരക്കണക്കിന് ആളുകളുണ്ടായിട്ടും മരണഭയം കൊണ്ട് സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോയ ഒരു ജനതയെപ്പറ്റി നബിയേ അങ്ങ് അറിഞ്ഞില്ലേ? അള്ളാഹു ചോദിക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അതുവഴി ഖിയാമത്ത് നാൾ വരുന്ന ജനങ്ങളോടും അള്ളാഹു ചോദിക്കുകയാണ്, അത് അറിയിച്ചു തരികയാണ്. ആയിരക്കണക്കിന് ആളുകളുണ്ടായിട്ടും മരണഭയം കൊണ്ട് സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോയ ഒരു ജനതയെപ്പറ്റി നബിയെ അങ്ങയ്ക്കറിയില്ലേ എന്നാണ്. ഫഖാല ലഹുമുല്ലാഹു മൂത്തൂ. അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ മരിച്ച് കൊള്ളുക. വിശാലമായ രീതിയിൽ നമുക്ക് ഈ ആയത്തുകൾ മനസ്സിലാകണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആലാപനത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാകുന്നതാണ്. ഫഖാല ലഹുമുല്ലാഹു മൂത്തൂ. അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ മരിച്ചു കൊള്ളുക. സുമ്മ അഹ്യാഹും. പിന്നീട് അവർക്ക് അള്ളാഹു ജീവൻ നൽകി. ഇന്നല്ലാഹ ലദൂ ഫളിൻ അലന്നാസി വലാകിന്ന അക്സറന്നാസി ലാ യഷ്കുറൂൻ. തീർച്ചയായും അല്ലാഹു മനുഷ്യരോട് ഔദാര്യം കാണിക്കുന്നവനാകുന്നു, പക്ഷേ
മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല കേട്ടോ. വഖാതിലൂ ഫീ സബീലില്ലാഹി വഅലമൂ അന്നല്ലാഹ സമീഉൻ അലീം. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്യണം കേട്ടോ. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനാ. നല്ലതുപോലെ ഈ ആയത്ത് മനസ്സിലാക്കണം. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനാ. അല്ലാഹുവിന് നല്ല നിലയ്ക്ക് കടം കൊടുക്കുവാൻ ആരുണ്ട് കേട്ടോ. അല്ലാഹുവിന് നല്ല നിലയ്ക്ക് കടം കൊടുക്കുവാൻ ആരുണ്ട്? ഫയുളായിഫഹു ലഹു അദ്ആഫൻ കസീറത്തൻ. അങ്ങനെ കടം കൊടുക്കുന്ന പക്ഷം ആ കടം കൊടുക്കുന്ന ആൾക്ക് അല്ലാഹു ഇരട്ടിക്കിരട്ടിയായി അല്ലാഹു വർദ്ധിപ്പിച്ച് കൊടുക്കും അത്രേ. വല്ലാഹു യുഖ്ബിലു വയബ്സുതു. ധനം പിടിച്ചു വയ്ക്കുന്നതും വിട്ടുകൊടുക്കുന്നതുമെല്ലാം അല്ലാഹുവാണ് കേട്ടോ. വഇലൈഹി തുർജഊൻ. അവങ്കലേക്ക് തന്നെയാണ് അവസാനം നിങ്ങളെയെല്ലാം തിരിച്ചു കൊണ്ടു പോകുക കേട്ടോ. ഇനി അതിൻ്റെ ആലാപനത്തിലേക്കും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ആലാപനത്തിലേക്ക് പോകാം. ഇസ്രായേൽ കൂട്ടരും ജനത്തിലും കുറവല്ല, എന്നിട്ടും ശത്രുവിൻ മുന്നീന്നും ഓടിയേ. ഇസ്രായേൽ കൂട്ടരും ജനത്തിലും കുറവല്ല, എന്നിട്ടും ശത്രുവിൻ മുന്നീന്നും ഓടിയേ. ഇസ്രായേൽ ജനത ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരെ ശത്രുക്കൾ വളഞ്ഞപ്പോൾ അവരിതാ അവരുടെ നാടും വീടും വിട്ടു ഓടിപ്പോവുകയാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആയത്തിൻ്റെ വിശദീകരണം. ഇസ്രായേൽ കൂട്ടർ ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരെ ശത്രുക്കൾ വളഞ്ഞപ്പോൾ അവർ മരണപ്പെടുമോ മരണഭയത്താൽ അവർ ഓടി. അപ്പോൾ അങ്ങനെ ഓടിയ ഓട്ടം വേറെ രാജ്യത്തേക്ക് അവർ ചെന്ന് പതിച്ചു. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത് അവർ മരിച്ചുപോയി. നിങ്ങൾ മരിച്ചു കൊള്ളുക എന്ന് അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ മരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ അവർ എല്ലാം നഷ്ടപ്പെട്ട് അവർ മരണഭയം മനസ്സിലായി, അന്തസ്സില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഒരു വാക്കാണ് നിങ്ങൾ മരിച്ചു കൊള്ളുക. അപ്പോൾ അത്രയ്ക്ക് മേലായി അവർ. ശത്രുവിനോട് എതിരിടുകയല്ല, പിന്നെയോ അവർ ഒളിച്ചോടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നിങ്ങൾ മരിച്ചു കൊള്ളുക എന്ന് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് അള്ളാഹു ഇവർ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വന്ന് ഈ ശത്രുക്കളോട് യുദ്ധം ചെയ്തു. അപ്പോഴത്തേക്ക് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ജീവിച്ചു കൊള്ളുക, നിങ്ങൾ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുക. അപ്പോൾ അതാണ്, അല്ലാതെ മരിച്ച ആളിനെ ജീവൻ ഇടിപ്പിച്ചത് എന്ന് അർത്ഥം അവിടെ ഇല്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്രായേൽ കൂട്ടർ ഒരുപാട് ജനങ്ങളുണ്ടായിട്ടും ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ വന്നപ്പോൾ അവർ മരണഭയം കൊണ്ട് ആ നാട്ടിൽ നിന്നും വേറെ നാട്ടിലേക്ക് പോയി. അപ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾ മരണമടഞ്ഞുകൊള്ളുക. എന്നാൽ അത്രയ്ക്ക് നാണം കെട്ടവർ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അവർ തിരിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്ന് ശത്രുക്കളോട് യുദ്ധം ചെയ്തപ്പോൾ അള്ളാഹു പറഞ്ഞു ശരി നിങ്ങൾ ഇനി ജീവിച്ചു കൊള്ളുക. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം.
ഇത് കണ്ട് അല്ലാഹു പറഞ്ഞല്ലോ അവരോടും, നിങ്ങൾ എല്ലാമേ മരിച്ചോളീനെന്നാണേ. മരണഭയം കൊണ്ട് ഇസ്രായേൽ കൂട്ടങ്ങൾ നാട് വിട്ടപ്പോൾ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ മരിച്ചു കൊള്ളുക. നാണം കെട്ടവരോട് പറയുന്ന ഭാഷയാണ് അല്ലാഹു. വീണ്ടും ഇസ്രായേൽ വർഷങ്ങൾ കഴിഞ്ഞാരെ ധൈര്യവും നേടിയിട്ട് തിരിച്ചങ്ങ് വന്നാരേ. അപ്പോഴേ അല്ലാഹു അവരോടും പറഞ്ഞാരേ, നിങ്ങളും ജീവിച്ചോ, ശത്രുവെ തോൽപ്പിച്ചോ. അങ്ങനെ മരണഭയം കൊണ്ട് വീടും നാടും വിട്ട ഇസ്രായേൽ കുറച്ച് വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയിട്ടവർ വീണ്ടും തിരിച്ച് സ്വന്തം നാടിലേക്ക് ധൈര്യവും സ്തംഭരിച്ചു കൊണ്ട് വന്നിട്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്തപ്പോൾ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ജീവിച്ചു കൊള്ളുക. ഇതാണ് അതിൻ്റെ പൊരുൾ. അല്ലാഹു പറയുന്നു, നന്മയുടെ മാർഗത്തിൽ ധനമെല്ലാം ചിലവാക്കാൻ ആരുണ്ട് കൂട്ടരേ? അള്ളാഹുവിന് നല്ല നിലയിൽ കടം കൊടുക്കാൻ ആരുണ്ട്? അങ്ങനെ ആ കടം കൊടുക്കുന്ന വ്യക്തിക്ക് അള്ളാഹു അത് ഇരട്ടി ഇരട്ടി ഇരട്ടിയായി മടക്കി കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞത് അത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെതായ ധനം അത് പാവപ്പെട്ടവനും രോഗികൾക്കും അതുപോലെ ആവശ്യക്കാരനും കൊടുക്കാൻ ആരുണ്ട്? അഥവാ സദക്ക ചെയ്യാൻ ആരുണ്ട്? ദാനധർമ്മം ചെയ്യാൻ ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിന് നല്ല നിലയിൽ കടം കൊടുക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചാൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ആരുണ്ട്? അങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു ഇരട്ടി ഇരട്ടിയായി കൊടുക്കുമെന്നാണ് ആയത്തിൻ്റെ സാരം. അങ്ങനെ ചിലവാക്കും അവർക്കാണേൽ ഞാനുമേ വർധന ഇരട്ടിയായി തിരിച്ചങ്ങ് കൊടുക്കുമേ. അങ്ങനെ അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, നന്മയായ മാർഗത്തിലേക്ക് നിങ്ങളുടെ ധനം ചെലവഴിച്ചാൽ അതിൻ്റെ ഇരട്ടി ഇരട്ടിയായിട്ട് അവൻ കൊടുക്കുമെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ധനം ആർക്കെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്താൽ, എന്തെങ്കിലും നന്മയായ കാര്യങ്ങൾക്ക് നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങളുടെ സമ്പത്ത് കുറയുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം കേൾക്കേ മുസൽമാനെ, ദുനിയാവിൽ ഇല്ലെങ്കിൽ ആഖിറം തന്നേക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു ചെറിയ മരക്കറി കട നടത്തുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കട നടത്തുകയാണ്. അങ്ങനെ പിരിവിനായിട്ട് ആരെങ്കിലും വന്നാൽ 10 100 കൊടുത്താൽ പിറ്റേന്ന് തന്നെ ലക്ഷങ്ങൾ നമുക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ ആരും മോഹിച്ചു പോകരുത് കേട്ടോ. അങ്ങനെയല്ലേ അള്ളാഹു പറഞ്ഞത്, നിങ്ങളുടെ ആ സമ്പാദ്യം തുച്ഛമായ സമ്പാദ്യമായിരിക്കാം, പക്ഷേ നന്മയായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ 100 രൂപ കൊടുത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് മടക്കി മടക്കി തരുമെന്ന് വെച്ചാൽ ദുനിയാവിൽ തന്നെ ഒരുപാട് സമ്പത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ദുഃഖ ദുരിതങ്ങൾ മാറിയേക്കാം. അല്ലാഹു നിങ്ങൾക്കൊരു വലിയ രോഗം തരാൻ ഉദ്ദേശിച്ചപ്പോഴാണ് നിങ്ങളൊരു 100 രൂപ സംഭാവന കൊടുത്തത്. ആ സംഭാവനയുടെ കാരണമായി അല്ലാഹു വലിയ രോഗം നിങ്ങളിൽ നിന്നും തുടച്ചു നീക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളാണ്. നമ്മൾ വെറുതെ ധരിച്ചു പോകരുത്. 100 രൂപ കൊടുത്താൽ പിറ്റേന്ന് തന്നെ കോടിക്കണക്കിന് രൂപ കിട്ടുമെന്ന് അങ്ങനെ ധരിച്ചു പോകുന്നത് വിഡ്ഢിത്തരമാണ് കേട്ടോ. ഇനി മാത്രവുമല്ല, നാളെ ആഖിറത്തിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രതിഫലം കൂടി കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇന്ന് 100 രൂപ ആർക്കെങ്കിലും ധർമ്മം കൊടുത്തിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കണോ നാളെ ഒരു 2 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്നു. അങ്ങനെ നടക്കില്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമുക്ക് വരാൻ പോകുന്ന വലിയ ആപത്തുകൾ അള്ളാഹു തട്ടിമാറ്റും. അപ്പോൾ എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭമാണ് നമുക്കുണ്ടായതും. ഒരു ക്യാൻസർ വരാൻ പോവുകയാണ്, അള്ളാഹു ഉദ്ദേശിച്ചു. പക്ഷേ ഈ സദക്കയുടെ കാരണം അള്ളാഹു അത് മാറ്റി. അപ്പോൾ എത്ര കോടി രൂപയാണ് നമുക്ക് ലാഭം? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
മനസ്സിലായില്ലേ? അതുപോലെ നാളെ ആഖിറത്തിലും വാരിക്കോരി നന്മകൾ അള്ളാഹു ചെയ്യും എന്നാണ് ഈ ആയത്തിൻ്റെ സാരം. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ദുനിയാവിൽ ഇല്ലാത്ത വിഷമത്താൽ നീയുമേ ഒരു കാലവും നീയുമേ നിരാശനുമാകല്ലേ. ചിലരിഷ്ടം പോലെ പൈസകൾ 100 കൊടുക്കും, 50 കൊടുക്കും, 500 കൊടുക്കും, 1000 കൊടുക്കും. പക്ഷേ അവർക്കങ്ങോട്ട് എഴുമ്പേറ്റമില്ല. അത് കാരണം എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് ചിലപ്പോൾ അള്ളാഹു നാളെ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചതാകാം. നിങ്ങളുടെ ഈമാൻ അള്ളാഹു പരീക്ഷിക്കുന്നതാകാം. അങ്ങനെ നിങ്ങൾ കുറച്ച് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനക്ലേശമുണ്ടാവും. ഞാൻ എത്ര കൊടുത്തിട്ടും എനിക്ക് സമ്പാദ്യം വർദ്ധിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ നിങ്ങൾ ധരിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ ഹദിയ ചെയ്യാൻ മടിക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ അവിടെ പിടികൂടുകയാണ്. കാരണം നിങ്ങളുടെ ഈമാൻ അവൻ പരീക്ഷിച്ചു നോക്കുകയാണ്. ഇവൻ എത്രത്തോളമുണ്ടെന്ന് അള്ളാഹു പരീക്ഷിച്ചു നോക്കുകയാണ്. മാത്രവുമല്ല, നിങ്ങൾക്ക് വലിയ ആപത്തുകൾ വരാനിരുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. പക്ഷേ അത് അള്ളാഹു മാറ്റിയെങ്കിലോ കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് ലാഭമല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, വല്ലവരും വന്ന് നമ്മളുടെ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ വരുമ്പോൾ അല്ലാതെയുമൊക്കെ നമ്മൾ 100ഉം 50ഉമൊക്കെ വെച്ച് സദക്ക കൊടുക്കുന്നില്ലേ? നമ്മൾ ധരിച്ചു പോകരുത്, എന്നും ഇങ്ങനെ സദക്ക കൊടുക്കുന്ന നമുക്ക് ഒരു എഴുമ്പേറ്റമില്ലല്ലോ. നിങ്ങൾക്ക് എഴുമ്പേറ്റമാണ് ഉള്ളത് കേട്ടോ. പക്ഷേ നിങ്ങളത് അറിയുന്നില്ല. നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ ആപത്തുകൾ അള്ളാഹു മാറ്റിക്കളയുന്നുണ്ട് കേട്ടോ. മാത്രവുമല്ല, നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് നന്മയായ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നീക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, നമ്മൾ എന്നും സദക്ക കൊടുക്കുന്നവരാണെന്ന് ധരിച്ചുകൊണ്ട് കോടീശ്വരന്മാരാകാൻ നമ്മളാരും നോക്കണ്ട കേട്ടോ. കച്ചവടമില്ലാതെ കൊട്ടുവായും വിട്ടുകൊണ്ട് നമ്മളിരിക്കുമ്പോൾ ഒരു ഫണ്ട് ശേഖരണത്തിനായി ആരെങ്കിലും വന്നാൽ നമ്മളുടെ മനസ്സിൽ തോന്നരുത് ഇവനൊരു 50 രൂപ കൊടുത്തേക്കാം, ഇഷ്ടം പോലെ കച്ചവടം ഇനി കിട്ടും. അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ തോന്നരുത് കേട്ടോ. അങ്ങനെ തോന്നിയാൽ അത് പരാജയമാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب ارحمهما كما ربياني صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, കോഴിക്കോട് ജില്ലയിൽ ഒരു പാവപ്പെട്ട ഒരു സഹോദരിക്ക്, അവരെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല, അവർക്ക് ഒരു ചെറിയ വീടാണുള്ളത്. അപ്പോൾ അതിലൊരു കക്കൂസ് വേണം. അപ്പോൾ അതിനാരെങ്കിലും സഹായിക്കുമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തേക്കും. ആ നമ്പറിൽ വിളിച്ചാൽ ആ കക്കൂസ് ആർക്കാണോ വേണ്ടത് അവരുടെ നമ്പർ നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രസ്റ്റ് തരുന്നതാണ്. അപ്പോൾ അവരെ നിങ്ങൾക്ക് സഹായിക്കാം. അതൊരു നന്മയായ കാര്യമാണ്. ഈ പലിശക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ബാങ്കിലൊക്കെ പൈസ ഇങ്ങനെ കിടക്കുന്നവരുണ്ട്. അതിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ ഞണ്ണം, ഒന്നും അറിയില്ല. അപ്പോൾ ആ പൈസയൊക്കെ നിങ്ങൾക്ക് ഈ കക്കൂസ് വയ്ക്കാനായിട്ട് കൊടുക്കാം. വീട് വയ്ക്കാനും കൊടുക്കാം. കക്കൂസ് വയ്ക്കാനാണ് പലിശ പൈസ, ബാങ്ക് പൈസയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു പാവപ്പെട്ട, കോഴിക്കോട് ജില്ലയിലാണ്, ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീട്ടിനകത്ത് ഒരു കക്കൂസ് വേണം അവർക്ക്. അപ്പോൾ അത് ആരെങ്കിലും ചെയ്തു കൊടുക്കാൻ സന്മനസ്സുള്ളവർ ഉണ്ട് എങ്കിൽ ഞങ്ങളെ ഈ ട്രസ്റ്റിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ വേണമെന്ന് പറഞ്ഞാൽ എന്നെ കിട്ടുകയും ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് തരികയും അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അവരെ സഹായിക്കാവുന്നതാണ്. പാവപ്പെട്ട ഒരു കുടുംബമാണ്.
ഇന്നത്തെ ആയത്ത് അള്ളാഹുവിന് നന്മയായ നിലയിൽ ആരാണ് നല്ല നിലയിൽ കടം കൊടുക്കാൻ ആരുണ്ട് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇതിൻ്റെ ഒരു ബർക്കത്ത് കിട്ടും. ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി നാളെ കാണാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ബാങ്കിലൊക്കെ ഇഷ്ടംപോലെ പൈസ കിടക്കുന്നവരുണ്ട്. അതിൽ നിന്നൊരു ചെറിയ ഒരു തുക, അവർക്കൊരു 10,000-25,000 രൂപയാണ് ആ ബാത്റൂമിന് വേണ്ടത്. അപ്പോൾ അത് ആരെങ്കിലും സഹായിച്ചാൽ അവർക്ക് തന്നെ നിങ്ങൾക്ക് നേരിട്ട് അയച്ചു കൊടുക്കാം. അല്ല, നമ്മളെ ട്രസ്റ്റൊന്നും കൈപ്പറ്റൂല. അത് അവർക്ക് തന്നെ നിങ്ങൾ നേരിട്ട് അയച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും അവരെ സഹായിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.